വെൽക്കം ബാക്ക്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 5-ാമത്തെ അധ്യായം വെബ് പേജ് ഭംഗിയാക്കാം എന്ന് വെച്ചാൽ വെബ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ്. CSS ആണ്, കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നുള്ള പബ്ലിക്കിന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ കൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിമ്പിൾ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ലിറ്റിൽ കൈറ്റ്സ് ക്ലബിനെ പറ്റിയുള്ള ഒരു വെബ് പേജ് നൽകിയിരിക്കുന്ന മാതൃകയിൽ തയ്യാറാക്കുക. ഇതിനായി എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുള്ള littleckites.html എന്ന ഫയലിൽ ചുവടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുക. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഒരു വെബ് പേജ് നൽകിയിട്ടുണ്ട്. സെൻട്രലായിട്ട് ലിറ്റിൽ കൈറ്റ്സ് എന്ന് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, ഇടത് സൈഡിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇത്തരത്തിലാണ് ഔട്ട്പുട്ട് നമുക്ക് തയ്യാറാക്കേണ്ടത്. പക്ഷേ ആൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫയൽ നമുക്ക് എക്സാം 10 ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ അത് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, വേണ്ട ചേഞ്ചസ് വരുത്തിയാൽ മതി. ചേഞ്ചസ് എന്താണെന്ന് ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കാം. നിർദ്ദേശങ്ങൾ പറയുന്നത്, littleckites.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കാഡിങ് സ്റ്റൈലിൽ അഥവാ CSSൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. തലക്കെട്ടിന് ചുവന്ന നിറം അഥവാ റെഡ് നിറം നൽകി പേജിൻ്റെ മധ്യഭാഗത്തായി അഥവാ സെൻറ്ററിലായിട്ട് ക്രമീകരിക്കുക. അലൈൻമെൻറ്റ് സെൻറ്ററിലേക്ക് സെറ്റ് ചെയ്യണം. പേജിന് E6 FA എന്ന നിറം നൽകുക. എന്ന് വെച്ചാൽ പശ്ചാത്തല ബാക്ക്ഗ്രൗണ്ടിനായിട്ട് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് കളർ E6 FA എന്ന് പറയുന്ന കളർ കൊടുക്കണം. ഇത്ര കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നെന്ത് ചെയ്യുന്നത്, രണ്ട് കാര്യങ്ങൾ. തലക്കെട്ടിന് റെഡ് കളർ കൊടുക്കുക, അതിനെ സെൻറ്ററിലായിട്ട് അലൈൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ E6 FA എന്ന് പറയുന്ന ഒരു നിറം നൽകാനും പറഞ്ഞിട്ടുള്ളൂ. 2 കാര്യങ്ങളെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് കോഡ് തുറന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് എവിടെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ടാസ്ക്. സിമ്പിളാണ്. വെബ് പേജിലെ കണ്ടൻറ്റും നമ്മളെ കോഡും തമ്മിൽ രണ്ടും ഒത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സാം 10-നകത്താണ് ഫയലുള്ളത്. പേര് എന്താണ്, ലിറ്റിൽ കൈറ്റ്സ് എന്നാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പോയി നോക്കാം. ഹോമിനകത്ത് എക്സാം 10 ഡോക്യുമെൻറ്റ്സിനകത്ത് littleckites.html എന്ന ഫയലുണ്ട്. ഞാനത് എന്ത് ചെയ്യും, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് എഡിറ്ററിൽ എന്ത് ചെയ്തു, തുറന്നു. ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുമ്പോൾ ഇവിടെ കമാൻഡ് ഇങ്ങനെ വരുന്നുണ്ടോ, HTML ഹെഡ് ടൈറ്റിൽ ലിറ്റിൽ കൈറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇൻറ്റേർണൽ കാസ്കാഡിങ് സ്റ്റൈലാണ്. എന്ന് വെച്ചാൽ ടൈറ്റിലിന് ഹെഡിനകത്ത് ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തതിന് ഇടയിലായിട്ട് വേണ്ട CSSനുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം താഴെയുള്ള ടെക്സ്റ്റിലേക്ക് അതിനെ കണക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന ഹെഡിങ് 1 ഏതാണ്, H1 ആണ്. അപ്പോൾ മുകളിലുള്ള ഈ CSSനകത്ത് H1ൽ മാറ്റങ്ങൾ വരുത്തിയാൽ എന്ത് ചെയ്യും, താഴെയുള്ള ഈ H1 എന്ന് പറയുന്ന ഹെഡറിനകത്തുള്ള ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരും. അപ്പോൾ H1ൻ്റെ അകത്ത് കളർ ബ്ലൂ എന്നാണുള്ളത്. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞ്, റെഡ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ബ്ലൂ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് റെഡ് എന്നാക്കി കൊടുക്കുക. പിന്നെ ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റിലാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടുത്ത് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് എന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, സെൻറ്റർ എന്നാക്കി കൊടുക്കുക. സെൻറ്റർ എന്നാക്കി. ഇനി എന്താ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ബാക്ക്ഗ്രൗണ്ട് കളറ് E6 FA എന്ന് പറഞ്ഞ കോഡ് കൊടുക്കാനാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ബോഡി ബാക്ക്ഗ്രൗണ്ട്, പേജിൻ്റെ മൊത്തം ബാക്ക്ഗ്രൗണ്ട് കളറാണ് ബോഡി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുക, ഈ ലൈറ്റ് ഗ്രീൻ എന്നുള്ളത് എന്ത് ചെയ്യും, നൈസായിട്ട് മാറ്റിയിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, അവിടെ E6 എന്നാണ്, E6 FA എന്നുള്ളതാണ് കോഡ് പറഞ്ഞത്. ആ കോഡ് നമ്മൾ കൊടുക്കുക. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ നോക്കൂ, E6 FA എന്നാണ് കോഡ് വെക്കാൻ പറഞ്ഞത്, കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യുക, ഈ ഫയലിനെ സേവ് ആസ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ അവിടെ സേവ് ചെയ്യുക. ഹോമിൽ എക്സാം 10 പ്രോഡക്ട്സിൽ വന്നിട്ട് ഇവിടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാണ്ടാവും അല്ലേ, രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ എന്താണ്, LK.html എന്നാണ് പറഞ്ഞത്. LK.html ലിറ്റിൽ കൈറ്റ്സിന് പകരം LK.html സേവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫയലൊന്നും അവിടെ പോയി തുറന്ന് നോക്കാം. ഇവിടെ ഹോമിൽ എക്സാം 10 പ്രോഡക്ട്സിൽ 24 ഇതാണ് ഫയൽ. ഇനി നമ്മൾ തുറക്കാൻ പോകുന്നത് ബ്രൗസറിലാണ്. ബ്രൗസറിൽ തുറക്കാൻ എന്ത് ചെയ്താൽ മതി,
നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഫയർഫോക്സിലോ ഡിഫാൾട്ട് ബ്രൗസറിൽ തുറന്നു വരും. ഓക്കെ, ഇവിടെ കണ്ടല്ലോ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ളത് സെൻറ്ററിലായിട്ട് വന്നിട്ടുണ്ട്. റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ആ പറഞ്ഞിരിക്കുന്ന കോഡിനനുസരിച്ച് കളർ കൊടുത്തിരുന്നു. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്കൂൾ വാർത്തകൾക്ക് വേണ്ടിയുള്ള ഒരു വെബ് പേജ് താഴെ നൽകിയിരിക്കുന്ന മാതൃകയിൽ തയ്യാറാക്കുക. ഇതിനായി എക്സാം 10 ഡോക്യുമെൻസിലുള്ള newsportal.html എന്ന ഫയലിൽ ചുവടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. നമുക്ക് വരേണ്ട ഔട്ട്പുട്ട് ഫയൽ ഇങ്ങനെയാണ് വരേണ്ടത്. എന്താണ് ഔട്ട്പുട്ട് ഫയലിൽ ഹെഡിങ് സെൻട്രലായിട്ട് സ്കൂൾ ന്യൂസ് എന്നുണ്ട്, യെല്ലോ കളറിലുണ്ട്. കാര്യങ്ങൾ വായിച്ച് നോക്കാം, താഴെ നിർദ്ദേശങ്ങൾ നോക്കാം. നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ടാവും. newsportal.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കാഡിംഗ് സ്റ്റൈലിൽ ആവശ്യമായ മാറ്റം വരുത്തുക. തലക്കെട്ടിന് മഞ്ഞ നിറം നൽകുക. എന്നാൽ സ്കൂൾ റിസോഴ്സ് എന്ന് പറയുന്നത് സ്കൂൾ ന്യൂസ് എന്ന് പറയുന്നത് യെല്ലോ കളർ കൊടുക്കണം, യെല്ലോ. ദെൻ ഗവൺമെൻറ് HSS മൈ സ്കൂൾ എന്ന ഗവൺമെൻറ് HSS മൈ സ്കൂൾ എന്ന ഉപതലക്കെട്ടിന് പേജിൻ്റെ ഇടത് ഭാഗത്തായി ക്രമീകരിക്കുക. ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രമീകരിക്കണം. അലൈൻമെൻറ്റ് സ്റ്റൈലിൻ്റെ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ലെഫ്റ്റിലായിട്ട് ക്രമീകരിക്കുക. പേജിന് ലൈറ്റ് ബ്ലൂ എന്ന നിറം പശ്ചാത്തല നിറമായി നൽകുക. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യണം? ലൈറ്റ് ബ്ലൂ. ദെൻ തയ്യാറാക്കിയ ഫയൽ സേവ് ആസ് സങ്കേതം ഉപയോഗിച്ച് എക്സാം 10 പ്രോഡക്ട്സിൽ ഫോൾഡറിലെ രജിസ്റ്റർ നമ്പർ _news.html എന്ന പേരിൽ സേവ് ചെയ്യാം. അപ്പോൾ എന്താണ് തുറക്കേണ്ട ഫയലിൻ്റെ പേര്? എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ ന്യൂസ് പോർട്ടൽ എന്നാണ്. ന്യൂസ് പോർട്ടൽ തുറന്നു നോക്കാം. ഹോമിനകത്ത് എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ ന്യൂസ് പോർട്ടൽ എന്നുള്ള ഫയൽ എന്ത് ചെയ്യുക? ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ടെക്സ്റ്റ് എഡിറ്റർ, ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വ്യൂ ഓൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്യുക ടെക്സ്റ്റ് എഡിറ്റർ എന്ന്. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വരും. എന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സപ്പോസ് അവിടെ കണ്ടില്ലെങ്കിൽ ഇനി നമുക്ക് ഓരോന്നോരോന്നായി ചെയ്ത് നോക്കാം. ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ക്വസ്റ്റ്യനിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താ പറഞ്ഞത്? ലൈറ്റ് ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിവിടെ ആദ്യം മാറ്റി കൊടുക്കുക. ഈ ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേ എന്ന് മാറ്റിയിട്ട് ലൈറ്റ് ബ്ലൂ എന്നാക്കുക. ഗ്രേ എന്ന് മാറ്റി സ്പെല്ലിങ് ശ്രദ്ധിക്കുക. ലൈറ്റ് ബ്ലൂ. ഇവിടെ ലൈറ്റ് ബ്ലൂവിന് ഇടയിൽ എന്ത് ചെയ്തിട്ടില്ല? ഗ്യാപ്പ് തന്നിട്ടില്ല. ഇവിടെ കണ്ടോ ലൈറ്റ് ബ്ലൂ എന്നിടത്ത് ഗ്യാപ്പില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വേണം ടൈപ്പ് ചെയ്യാൻ. ലൈറ്റ് ബ്ലൂ. ഇനി ഇവിടെ H1 സ്റ്റൈല് കളർ വൈറ്റാണ്. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? റെഡായിട്ട് യെല്ലോ നിറം നൽകാനാണ് പറഞ്ഞത്. അപ്പോൾ H1 എന്ന് പറയുന്നതാണ് ഏത്? H1 എന്നാണ് മൈ സ്കൂൾ ന്യൂസ് എന്നുള്ളത്. അതെന്താണ്? കളർ വൈറ്റ് ഉള്ളത് മാറ്റിയിട്ട് നമ്മൾ യെല്ലോ കൊടുക്കുക. യെല്ലോ. അലൈൻമെൻറ്റ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇനി H2 ഉപ ഹെഡിങ് അഥവാ സബ് ഹെഡിങ്ങിൻ്റെ അലൈൻമെൻറ്റ് റൈറ്റിലാണുള്ളത്. നമ്മളോട് ലെഫ്റ്റിൽ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെന്ത് ചെയ്യുക? അലൈൻമെൻറ്റ് ലെഫ്റ്റാക്കി ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തു, ഹെഡിങ്ങിന് യെല്ലോ കളർ കൊടുത്തു. ഇനി ഈ ഫയൽ എന്ത് ചെയ്യുക? സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവ് ആസ് ക്ലിക്ക് ചെയ്യാൻ ഈ സേവിൻ്റെ അടുത്തുള്ള 3 ലൈൻസ് ലൈമൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനകത്ത് സേവ് ആസ് ഉണ്ടാവും. സേവ് ആസ് എടുക്കുന്നു. നമ്മളെന്ത് ചെയ്യുന്നു? എക്സാം പ്രൊഡക്ട്സ് ഹോമിനകത്ത് എക്സാം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അതൊന്ന് തുറക്കുക. അതിനകത്ത് പോയിട്ട് രജിസ്റ്റർ നമ്പർ 2345 ഞാൻ വെറുതെ ചുമ്മാ ഒരു നമ്പർ അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താണ്? _ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള നമ്പർ ന്യൂസ് എന്നാണ് കൊടുക്കുക. ന്യൂസ്.html നിർബന്ധമാണ്. അപ്പോൾ അവിടെ തന്നെ നിന്നോട്ടെ, ഒന്നും ചേഞ്ച് ചെയ്യരുത്. ചേഞ്ച് ചെയ്താൽ കൃത്യമായി വർക്ക് ചെയ്യില്ല. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. news.html സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഫയൽ സേവായി. നമ്മളിനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ ഹോമിൽ എക്സാം 10 പ്രൊഡക്ട്സ് ഒന്ന് തുറന്നു നോക്കുക. അവിടെ എവിടെയപ്പോൾ ന്യൂസ് ന്യൂസ് എന്ന് പറഞ്ഞ ഫയൽ അതെന്ത് ചെയ്യുക? ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക, അല്ലെങ്കിൽ എൻ്റർ അടിച്ച് തുറന്നാലും മതി. ഓക്കെ, ഇവിടെ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ലൈറ്റ് ബ്ലൂ ആയിട്ടുണ്ട്, ലെഫ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ന്യൂസ് യെല്ലോ കളറിലായിട്ടുണ്ട്. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് എവിടെ വരിക? വെബ് ഡിസൈനിങ്ങിൽ വരിക. വെബ് ഡിസൈനിങ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ വായിച്ചാൽ മനസ്സിലാവും. ആ പറയുന്ന കണ്ടൻറ്റ് മാത്രം മാറ്റി കൊടുക്കുക. ഫയലിൽ സേവ് ചെയ്യുക. ദെൻ ലൊക്കേഷനിലേക്ക് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ വെബ് ഡിസൈനിങ്സും ചോദിക്കുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസും ചോദിക്കില്ല.
കാരണം 3-4 ചാപ്റ്റേഴ്സ് വരുന്ന കാറ്റഗറിയിലാണ് എന്ത് വരുന്നത്, വെബ് ഡിസൈനിങ് ഒക്കെ വരുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.